നമ്മൾ അമിതമായി പ്രോട്ടീൻ കഴിക്കുമ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോഴും ഈ എൻസൈമുകൾക്ക് ദഹിപ്പിക്കാൻ കഴിയുന്നതിനുമപ്പുറമുള്ള വലിയ പ്രോട്ടീൻ ശൃംഖലകൾ കുടലിൽ അവശേഷിക്കുന്നു. ദഹിക്കാത്ത ഈ വലിയ ഭാഗങ്ങൾ കുടലിൽ കിടന്ന് പുളിക്കാൻ തുടങ്ങും. ഇതിന്റെ ഫലമായി പലർക്കും ഗ്യാസ്, വയറുവീർക്കൽ, എപ്പോഴും അനുഭവപ്പെടുന്ന വല്ലാത്തൊരു ക്ഷീണം എന്നിവയുണ്ടാകുന്നു. ഈ അവസ്ഥയെ നമുക്ക് ഡൈജസ്റ്റീവ് ഗ്രിഡ്ലോക്ക് അഥവാ ഉദരത്തിലെ ഗതാഗത കുരുക്ക് എന്ന് വിളിക്കാം. ഇത് കുറെ കാലം തുടർന്നാൽ കുടലിന്റെ ഭിത്തികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വിട്ടുമാറാത്ത ഇൻഫ്ലമേഷൻ അതായത് കുടലിലെ വീക്കത്തിന് കാരണമാവുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്ന പല സസ്യങ്ങളിൽ നിന്നുള്ള എൻസൈമുകളും ആമാശയത്തിലെത്തുമ്പോൾ അവിടുത്തെ ശക്തമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് കാരണം നശിച്ചു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ചെറുകുടലിലെത്തി യഥാർത്ഥ ദഹന പ്രക്രിയയെ സഹായിക്കാൻ കഴിയാറില്ല. എന്നാൽ പപ്പായ ഇലയുടെ പ്രത്യേകത അത് ആമാശയത്തിലെ കടുത്ത ആസിഡിനെ പോലും അതിജീവിച്ച് നേരെ ചെറുകുടലിലേക്ക് എത്തുന്നു എന്നതാണ്.